ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഫ്രാൻസ് കസ്റ്റംസ് ഗായ്സ്. ദെൻ ഇന്ന് നമുക്ക് നിലവിൽ വന്നിട്ടുള്ള വണ്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വർക്കെടുത്ത് ഫിനിഷ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ മുന്നിൽ കിടക്കുന്ന വണ്ടി. അപ്പോൾ അവർക്കിപ്പോൾ നേരെ കഴിഞ്ഞിട്ടുള്ളൂ. കസ്റ്റമറെ വിളിച്ചിട്ടുണ്ട്, ഓൺ ദി വേ ആണ്, വണ്ടി ഡെലിവറി ടൈമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂട്യൂബിലേക്ക് കണ്ടൻറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. ഇതിൽ അങ്ങനെ ഓവർ സ്പെക്കൊന്നും ചെയ്തിട്ടില്ല. ഒരു നോർമൽ സ്പെക്കിൽ കുറച്ച് വെറൈറ്റിക്ക് പിടിച്ചതാണ്. കസ്റ്റമർ ഓൺ കോൺസെപ്റ്റിൽ ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ തുടർന്ന് ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടുപ്പനാണ്. ദെൻ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മളെ സീറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള സെയിം ബോണറ്റ് തന്നെയാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. വിത്ത് കാർബൺ ഡിപ്പോട് കൂടി വരുന്ന ബോണറ്റാണ്. അത് നമ്മൾ കാർബൺ ഡിപ്പിങ് നമ്മൾ ചെയ്തതാണ്. ഒറിജിനൽ CF ആണ്, റാപ്പല്ല. വിത്ത് ആ എയർ വെൻറ്റിൻ്റെ ആ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ബമ്പർ മ്യൂഗണ്ട ബമ്പറാണ്. 2 ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്, വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ 2 ഫ്ലാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആക്സസറീസിൻ്റെ ബേസിൽ പറയുമ്പോൾ. പിന്നെ ഒരു സ്പ്ലിറ്റർ അടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 2 സൈഡിലും വേറൊരു സംഭവം കൂടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി കുറച്ച് വൈഡായിട്ട് തോന്നിക്കുന്നുണ്ട് അല്ലേ. ദെൻ വണ്ടി വൈഡ് ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്, വൈഡ് ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു മാസിക ലുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സൈഡ് മിറർ രണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് റാപ്പാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റിക്കർ ചെയ്തിട്ടുള്ളതാണ്, പെയിൻറ്റിങ് അല്ല. പിന്നെ ഫ്രണ്ടിൽ നിന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ ഫോഗ് ലൈറ്റ് ഡുവൽ കളറാണ് വരുന്നത്, അതായത് യെല്ലോ വൈറ്റ്. അത് ഡിമ്മ് ബ്രൈറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് നമ്മൾ കസ്റ്റം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം ചെറുതായിട്ട് കോസ്റ്റ്ലി ആയിട്ടുണ്ട്. ദെൻ ഹെഡ്ലൈറ്റിൻ്റെ വീസിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പക്കാ സ്റ്റോക്കാണ്. വേറെ മോഡ് കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല. ദെൻ നമ്മുടെ സൈഡ് പ്രൊഫൈലിലോട്ടേക്ക് വരുമ്പോൾ ആ വൈറ്റ് ബോർഡിൻ്റെ ആ ഒരു വൈഡായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. പിന്നെ സാമുറായിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ JDMൻ്റെ ഫ്ലാഗിൽ സാമുറായിൻ്റെ ഒരു സ്റ്റിക്കർ അടിച്ചേക്കുവാണ്. അപ്പോൾ അതാണ് മെയിൻ ഹൈലൈറ്റ്. അത് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുള്ളതാണ്, നമ്മളെ ഓൺ കോൺസെപ്റ്റിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ വേറെ ടെക്സ്റ്റ് കാര്യങ്ങൾ, സ്പാർക്കോൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീൽസ് വരികയാണെന്നുണ്ടെങ്കിൽ വീൽസ് 17 ഇഞ്ചിൻ്റെ GTR പ്രോൻ്റെ വീൽസാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് J സൈസാണ്, കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൈസാണ്. നമ്മൾ സ്പേസർ വെച്ച് പിന്നെ തള്ളിച്ച് കേൾക്കുകയാണ്, അതായത് ഈ വീലാർച്ചിൻ്റെ ഒരു സംഭവം വന്നുകൊണ്ട്. ദെൻ ഇവിടെ ഒരു മെഷ് വഴിപോക്കന. ദെൻ വീലാർച്ചിനോടനുബന്ധിച്ച് നമ്മൾ 2 മെഷൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് കൂടുതലാണ്, ബാക്കിൽ ചെറുതായിട്ടുള്ളൂ. അതിലോട്ടേക്ക് വരാം. ദെൻ ഇതിൻ്റെ ഗ്ലാസ് കോഫി ഷെയ്ഡിൽ ഫുള്ള് ടിൻറ്റഡ് ആണ്. ദെൻ റൂഫൊക്കെ പക്ക ബോഡി കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കളറൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ ഏത് കളറാണോ ആ കളറിൽ തന്നെയാണ്. ജസ്റ്റ് സെറാമിക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ എക്സ്ട്രാ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെഷ് ഈ ഒരു സംഭവമാണ് ഇതിൽ കസ്റ്റം ചെയ്തെടുത്തിട്ടുള്ളത്. വീൽ അത്യാവശ്യം നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്, എപ്പോൾ പോലീസ് കണ്ടാലും പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ദെൻ ഇതിൻ്റെ സൈഡ് സ്കേർട്ടിൽ ആ ഒരു സ്പ്ലിറ്റർ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാ വണ്ടിയിലും നമ്മളത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലായിക്കോട്ടെ ബാക്കിലായിക്കോട്ടെ. പിന്നെയും കൂടുതൽ വണ്ടികൾക്ക് നമ്മൾ വേറെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബാക്ക് ബമ്പറിൽ നമ്മൾ ഡിഫ്യൂസർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും അത്യാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ സംഭവം. വിത്ത് ആ ഫ്ലാഷറിൻ്റെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. അത് ഇപ്പോൾ തൽക്കാലം വർക്കിംഗ് അല്ല. ദെൻ അത് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് മെയിൻ ഹൈലൈറ്റ് സ്പോയിലറാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ചീപ്പ് സ്പോയിലറാണ്, വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യേണ്ട ഫൈബറിൻ്റെ സ്പോയിലറാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്കൊരു സാറ്റിസ്ഫൈ
സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ ബോണറ്റിലും ബാക്ക് ബോണറ്റിലും കാർബൺ ഡിപ്പിങ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് മൊത്തത്തിൽ ടോട്ടലി ഊരിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും കസ്റ്റം ചെയ്തിട്ടില്ല. പിന്നെ ബമ്പറിലോട്ട് വരുമ്പോൾ നോർമൽ സ്റ്റോക്ക് ബമ്പറിൽ തന്നെ നമ്മൾ ഡിഫ്യൂസർ ആഡ് ചെയ്തതാണ്. ഒറ്റ ടിപ്പിലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പോലെ ബമ്പറിലും യുവകണ്ട മറ്റേ സിഗ്നേച്ചർ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം ബിഗ് ഫോണിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വേറെ 2 സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ യുവിൻ്റെ ഭാഗത്ത് JDMൻ്റെ ഒരു ഫ്ലാഗാണ് കൊടുത്തിട്ടുള്ളത്. അതായത് വേറൊരു ഫ്ലാഗല്ല, ആ ഒരു എംബ്ലാണ് ചെയ്തിട്ടുള്ളത്. ആ ഗ്രീൻ ആൻഡ് വൈറ്റ് യെല്ലോ കളറിൽ വരുന്ന ആ ഒരു എംബ്ലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റൊന്നും വലിയ കസ്റ്റമൈസൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നോർമൽ വാൾവ്, ത്രോട്ടിൽ ബോഡി വെച്ചിട്ടുള്ള വാൾവ് ചെയ്തിട്ടുള്ളതാണ്. ഹെഡറൊന്നും ചെയ്തിട്ടില്ല. കസ്റ്റമറിൻ്റെ മെയിൻ നിർബന്ധമായിരുന്നു സൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ചെയ്താൽ മതി, വലിയ അയിമലൊന്നും വലിയ ക്യാഷ് മുടക്കാൻ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കസ്റ്റമറിൻ്റെ മെയിൻ എന്താ പറയുക ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് വണ്ടിൻ്റെ സൈഡിൽ ഡിസൈൻ ഉണ്ടായിരിക്കണം, അത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അത്യാവശ്യം നല്ല യൂണീക്ക് സ്പെക്കിൽ ചെയ്യണമെന്നായിരുന്നു. അത് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് പുള്ളിക്കാരന് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ പക്ക ക്ലീനായിട്ട് തോന്നണം. സൗണ്ടും പൊട്ടനായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല. എന്നാലും മെയിനായിട്ട് നമ്മൾ മൂപ്പര് പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ അതിൽ നമ്മൾ മൂപ്പര് വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദെൻ ഫ്രാൻസിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഫ്രാൻസിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹ്യൂജ് വർക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നോർമൽ വർക്ക് ഇപ്പോൾ എടുക്കാറില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻകം അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ്. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ചെറിയ അത്യാവശ്യം ഒരു എമൗണ്ട് ഉള്ളതുകൊണ്ട് ആരും വരാറുമില്ല. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ദെൻ സൈഡ് പ്രൊഫൈൽ കണ്ടല്ലോ, ഫീൽഡിൻ്റെ ടിപ്പൊക്കെ അവിടെ ഈ സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ആ സൈഡ് പക്ക പ്ലെയിനാണ്. സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോഡി പാർട്സിൻ്റെ കാര്യത്തിലോട്ടേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഗൈസ് ഇത്രയൊക്കെയാണ് വണ്ടിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. മെയിനായിട്ട് ട്യൂണിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കസ്റ്റമർ ഒറ്റ നിർബന്ധം കാരണമാണ് വണ്ടി ഇപ്പോഴും ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. ലോവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്രിങ്ങിൽ തന്നെ ലോവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഫാമിലി യൂസിനും കൂടി എടുക്കാനുള്ള, അതായത് പുള്ളിക്കാരൻ്റെ വൈഫും മക്കളും ഉണ്ടാവും, 2 മക്കളും ഉണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി പോകാനുള്ള വണ്ടിയാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കംഫർട്ടായിട്ട് നമ്മൾ ഒരിക്കലും സ്റ്റോക്ക് സ്പ്രിംഗ് മേൽ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിലിരിക്കുന്നവർക്ക് മറ്റേ പാറക്കല്ലിലിരുന്ന ഫീലായിരിക്കും. അതായത് ചാട്ടം കൊണ്ട് ചാട്ടേക്കരം 5-6 ചാട്ടേക്കരം. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് കാര്യം പറഞ്ഞിട്ട് നമ്മൾ കോബ്രയുടെ സ്പ്രിങ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫാമിലി യൂസിന് അടിപൊളിയാണ്. ബിക്കോസ് ആ ചാട്ടം ഓവർ ഉണ്ടാവില്ല. അതുമല്ല നല്ല ലോഡിരുന്ന് വിചാരിച്ചിട്ട് വണ്ടിക്ക് ടയറ് ഗാർഡിൻ്റെ ഉള്ളിൽ കയറി തട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ സീനൊന്നുമില്ല. മാക്സിമം ലോഡ് അത് താങ്ങും. അതാണ് ആ ഒരു കോയിൽ സ്പ്രിങ്ങിൻ്റെ ഒരു പ്രശ്നം, അല്ല ഒരു ബെനിഫിറ്റ് അതാണ് ബാക്കിയുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ. ദെൻ ഗൈസ് മെയിനായിട്ട് ഇപ്പോൾ ഇത്ര ഹൈലൈറ്റ്സ് ഇതിന് പറയാനുള്ള. ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ ബാക്ക് നമ്മൾ ഡിസ്ക് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ വേറെ ബൂസ്റ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദെൻ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താളി. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.